ഈശോമിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡൽഹി പ്രദേശത്തുള്ള സകല ദൈവമക്കൾക്കും സ്നേഹാശംസകൾ നേരുകയാണ്. അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകമായ സ്നേഹാശംസകൾ. നമ്മുടെ ഡൽഹി ഫരീദാബാദ് രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ ഈ വർഷം അഭിമന്യ പിതാവ് അതിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയുടെ ദിവസങ്ങളായിരിക്കും അതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വർഷത്തിൻ്റെ ഫെബ്രുവരി മാസം 10-11 തീയതികളിൽ, ശനി ഞായർ തീയതികളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മുടെ കൺവെൻഷൻ നടത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പ്രത്യേകം നിങ്ങളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പിതാക്കന്മാരവിടെ എല്ലാത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരും വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നതായിട്ട് കാണും. ഈ നാളുകൾ മുഴുവനും ഡൽഹി പ്രദേശത്തുള്ള ദൈവജനം നിത്യാരാധന നടത്തിയും വിശുദ്ധ കുർബാനയുടെ ആരാധനകളിൽ പങ്കെടുത്തു, അതുപോലെ മറ്റ് പ്രാർത്ഥന നടത്തി ഈ ഒരു ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഡൽഹി ദേശത്തിനുള്ള ശുശ്രൂഷ ഒരുങ്ങുന്നത് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ നമുക്കറിയാം, കൺവെൻഷൻ്റെ ആരംഭത്തിൽ നമ്മുടെ അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ്, നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അത് ആരംഭിക്കും. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം വലിയ സന്തോഷപ്രദമായ കാര്യമാണ്. അവിടെ എല്ലാവരെയും ഈ സമയത്ത് സ്നേഹപൂർവ്വം ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡൽഹി പ്രദേശത്തുള്ള സകലരും, അത് മലയാളീസ് ഉണ്ടാകാം, മറ്റുള്ളവരും കാണുമായിരിക്കും. ഈ ഭാഷ അതിൽ പങ്കുചേരാൻ സാധിക്കുന്നവരൊക്കെ ഇതിനോട് ചേർന്ന് എല്ലാവരും വന്ന് പങ്കെടുക്കണം. ആ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കും. ഞങ്ങളിവിടെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ സാധിച്ചാൽ നിങ്ങൾ കുറേ പേരെങ്കിലും നേരിട്ട് കണ്ട് പ്രാർത്ഥനകൾ നൽകുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഡൽഹി രൂപതയുടെ അല്ലെങ്കിൽ ഡൽഹി ഫരീദാബാദ് രൂപതയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഭരണകുളങ്ങര പിതാവിനും അതുപോലെ പുത്തുംകുട്ടി പിതാവിനും പ്രത്യേകമായിട്ടും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവിക കൃപകളുടെ ദിനങ്ങൾ മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.